ശ്രീ ഫ്രെഡി, ഇവിടെ 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 എന്താണ്, ഇവിടെ ഗോഡിയെ മീഡിയക്കാരുടെ ഫണ്ട് അന്വേഷിക്കണം എന്ന് CJP മാനിഫെസ്റ്റോയിൽ പറയുമ്പോൾ ഉറപ്പായും സോ കോൾഡ് എന്താണ് തലയിൽ പൂടെ ഉണ്ടോ തപ്പി നോക്കുന്നവർ അവിടെ വരില്ല. അതിനി അങ്ങോട്ടുള്ള സമരത്തിലും ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിലെ മാധ്യമ പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷേ 10-200 യൂട്യൂബർ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ഹൈപ്പിന് ആനുപാതികമായി ജന്തർ മന്ദറിൽ ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്ന ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അഭിജിത്ത് DK പറയുന്നു, വരും ദിവസങ്ങളിൽ സമരം തുടരുകയാണ്. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടിയന്തരമായി ഉണ്ടാവണമില്ലെങ്കിൽ ദേശവ്യാപകമായി ആ പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന് പറയുകയാണ്. അത് കുറച്ചുകൂടി ഹെർക്കൂലൻ ടാസ്ക്കാണ്. അതൊരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ആഹ്വാനത്തിലൂടെ സംഭവിക്കാൻ ഒന്നല്ല. അതിന് കൃത്യമായ സംഘടനാ ചട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അത്ര എളുപ്പമാകുമോ അത് ഫ്രെഡി? നമ്മൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു രാജ്യത്ത് നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്ന ഒരു സംവിധാനമാണ്. കേൾക്കാമോ? കേൾക്കാം. അപ്പോ അതിനെ രാജ്യവിരുദ്ധ ആഹ്വാനമായിട്ട് കാണിക്കുന്ന ചില വലതുപക്ഷ നിരീക്ഷകരും വലതുപക്ഷ പാർട്ടികളും പിന്നെ ഇത് തെറ്റായ ഒരു മൂവ്മെന്റ് ആണെന്ന് കാണിക്കുന്ന മീഡിയ അല്ലെങ്കിൽ ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയകളും ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ എല്ലാവരും ഉറങ്ങുന്നത് 8 മണിക്കൂറായിരിക്കും, ഒരു ആവറേജ് ടൈം ഒരു മനുഷ്യൻ. അതിനേക്കാൾ കൂടുതൽ സമയമാണ് നമ്മൾ മൊബൈലിൽ കുത്തി സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യുന്ന ഇതേ മാധ്യമത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധ ആഹ്വാനം പോയത്. അതായത് ഒരാള് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സാധനത്തിലൂടെ വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. രാജ്യവിരുദ്ധമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഇതില് ഗോദി മീഡിയയുടെ സപ്പോർട്ട് നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം ചോദിച്ചിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടില്ല. ഇതിപ്പോ അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ വളർന്നു വന്ന ഒരു ജനത, യുവജനതയാണെങ്കിൽ ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരം ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് അവരുടെ നോളജ് ടെസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നോളജ് ടെസ്റ്റ് ഒക്കെ നോക്കി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പോ ഇതൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് കഴിഞ്ഞ 12 മണിക്കൂറിൽ എല്ലാ സംഘപരിവാർ ഹാൻഡിലുകളും നമ്മുടെ രാജ്യത്ത് മുഴുവൻ എല്ലാ ഭാഷയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് സക്സസ്ഫുൾ അല്ലെന്ന്. ആക്ച്വലി ഇത് സക്സസ്ഫുൾ ആണ്. കാരണം ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് വന്നപ്പോൾ അത് അഡ്രസ് ചെയ്യുന്ന കുറെ ആളുകൾ മുമ്പോട്ട് വന്നു. അതുപോലെ തന്നെ ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുമ്പോട്ട് വന്നു. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 15 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും നമുക്ക് അതിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവരെല്ലാം ഈ ഒരു ഫേസിൽ കൂടി കടന്നുപോയതും അവർ അനുഭവിച്ചതുമായുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നത്. ഇവരൊന്നും ചെയ്യരുതെന്നല്ല, പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ഒരു പൊതു താല്പര്യവും കൂടിയാണ്. അപ്പോ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു പാർട്ടിയുടെ ബാനർ വെച്ച് ചെയ്യാൻ പറ്റാത്തത് CJP എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ സ്വരമായി സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഗോദി മീഡിയയോ മറ്റ് മെയിൻ സ്ട്രീം മീഡിയാസോ, ഇപ്പൊ മലയാളത്തിലെ എല്ലാ മീഡിയയും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. മലയാളത്തിലെ മീഡിയ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മലയാളത്തിലെ മീഡിയയും തമിഴ് മീഡിയയും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അതല്ലാതെ വേറെ ഒരു മീഡിയയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. ഈവൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ഇതിനെ മാറ്റി നിർത്തുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ 2014 ഉണ്ടായ ഒരു ഓളമുണ്ട്, ഒരു വലിയൊരു വേവ് ഉണ്ട്. ആ വേവില് ഒലിച്ചുപോയ ഒരു ട്രോമ അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരാത്തത്. പക്ഷെ ഈ ഒരു പ്രശ്നം രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും മുമ്പോട്ട് വന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇത് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോ ചിലവർക്ക് ഇപ്പൊ നമ്മളിത് പറയുമ്പോ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന ഒരു തലമുറക്ക് വേണ്ടി കൂടി അവരുടെ പോളിസി മേക്കിങ്ങിൽ അവരെയും കൂടി ഭാഗഭാഗമാണ്, അവരെയും കൂടി കൺസിഡർ ചെയ്യണം. അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണം. അവർ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിന് ക്രെഡിബിലിറ്റി വേണം. അവരത് പാസ്സായി മാർക്കും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയ്യേ നീ ഏതാണ് എന്ന് ചോദിക്കുന്നേക്കാൾ പകരം ഞാൻ ഈ എക്സാം എഴുതി ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് എഴുതി കയറി വന്നതാണെന്ന് പറയാനായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം. ഇതെല്ലാം നമുക്ക് ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോ ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ഇനി പ്രതിഷേധം വേണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ നിയമം പറയുന്നത് അനുസരിച്ച് അതേപോലെ പ്രതിഷേധിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ വടിയും കൊമ്പും കോലും പെപ്പർ സ്പ്രേ ആയിട്ടൊന്നും അല്ല പോയത്. ഇന്നലെ പോയത് ഒരു പൂവും കയ്യില് ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനയുടെ പുസ്തകമോ അല്ലെങ്കിൽ അംബേദ്കറിന്റെ പുസ്തകമോ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗോ ഗാന്ധിയുടെ ഇതൊക്കെ ആയിട്ടാ പോയേക്കണേ. അല്ലാതെ ഇന്നലെ വടിയും കൊമ്പും കോലായിട്ടൊന്നും ആരും പോയിട്ടൊന്നുമില്ല.
ഇനി അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അവർക്ക് ആരാണ് ഇതൊക്കെ കൊടുത്തത്, അവരാരാണ് പറഞ്ഞു വിട്ടതെന്നൊക്കെ നിങ്ങൾ നോക്കണം. കാരണം എല്ലാം ഇന്നലെ പിള്ളേരെല്ലാവരും തന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുമായിരുന്നു ഇന്നലെ ആ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ട്. അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാവരും കണ്ടതുമാണ്. അപ്പോ തുടർന്നും ഇതേപോലെയുള്ള യെസ്. മൂവ്മെന്റ്സ് ഉണ്ടായാലേ രാജ്യം പുരോഗമിക്കുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.